ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട്? പക്ഷേ ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ഗുഡ് മോർണിംഗിലായിരിക്കും നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത്. ആ ഒരു ഇതിൽ പറഞ്ഞാണ്. ഇതിപ്പോൾ ഇന്ന് 14/4/2026. ഞാൻ വീട്ടിൽ നിൽക്കണം, പട്ടി കോലത്തിലാണ് നിൽക്കണത്. ഞാൻ അങ്ങനെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. സംടൈംസ് നമ്മൾ റിയൽ ഇതായിട്ടൊക്കെ കാണിക്കണ്ടേ? ഞാൻ മിക്കതും റിയൽ ഇതായിട്ടൊക്കെ തന്നെയാണ് കാണിക്കാറ്. എന്തെങ്കിലും ആട്ടെ. സോ നാളെ വിഷു ആണ്. സോ നമ്മളിങ്ങനെ വിഷു പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നാളെ എല്ലാവർക്കും വിഷു ആണെങ്കിലും ഞങ്ങൾക്ക് വിഷു കുറച്ചും കൂടി സ്പെഷ്യലാണ്. നാളെ ഞങ്ങളുടെ തമ്പുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. സോ ഭയങ്കര സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. നാളെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരും. ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ. സോ നമ്മൾ അവരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിത് ഇവിടെ വിഷു ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വിഷുവിന് നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് ചിക്കനും മീനും ബീഫും ഒക്കെയാണ്. വെജല്ല, സദ്യയല്ല. സോ അപ്പോൾ നമ്മളിത് ഇപ്പം അമ്മ തമ്പു ഒരു രക്ഷയില്ല, ഭയങ്കര വാശിയിലാണ്. അപ്പം അമ്മ ഉറക്കാന്നും വേണ്ടിയിട്ട് കൊണ്ടുപോയേക്കാണ്. സോ ഓൾറെഡി അമ്മ അത് ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, ചിക്കനൊക്കെ കറി വെക്കാൻ. അപ്പോൾ നമ്മുടെ മെനു വന്നിട്ട് ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, മീൻ കറി, മീൻ വറുത്തത്, മോര് കാച്ചിയത്, ക്യാബേജ് തോരൻ, പപ്പടം. ഇത്രയാണ് നമ്മുടെ കറികൾ വരുന്നത്. ചോറ്, പായസം. സോ അപ്പോൾ നമ്മളിന്ന് കറികളെല്ലാം ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം നാളെ അമ്മയൊക്കെ വീഴുമ്പോഴേക്കും നമ്മൾ പിന്നെ കുക്ക് ചെയ്യണത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാവരും കൂടി വരുമ്പോൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കില്ലേ. സോ രാവിലെ അമ്പലത്തിലൊക്കെ പോകണം. അപ്പം ഞങ്ങൾ വിചാരിച്ചു എല്ലാ കറിയും തലേദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റിയ കറികളാണ്. സോ അപ്പോൾ എല്ലാം ഇന്ന് തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്ന് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 മണിയായി. അപ്പോൾ ഇന്ന് രാത്രിക്കുള്ളിൽ ഒരു 8 മണിക്കുള്ളിൽ എല്ലാ കറികളുടെ പരിപാടി തീർക്കണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് കണി വെക്കണതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട്. ഓൾറെഡി അതും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വരെ കാണിച്ചു. നമ്മുടെ ചിക്കൻ നല്ല പിളപിളാന്ന് മഞ്ഞ് വറുത്ത് വരുന്നുണ്ടോ. നമ്മൾ ചിക്കൻ വറുത്തിട്ടാണ് കറി വെക്കണത്. സോ ചിക്കൻ പുരട്ടി വെച്ചിട്ട് മീൻ വറുക്കാനുള്ളത് മസാല പെരട്ടി വെച്ചേക്കാണ്. നമ്മുടെ വിഷുവിന് മാമ്പഴപ്പുളിശ്ശേറി ആണല്ലോ സ്പെഷ്യൽ. സോ ചന്ദ്രക്കാരൻ മാമ്പഴം, ഇതിനെ ഞങ്ങൾ ചന്ദ്രക്കാരൻ എന്ന് പറയണത്. ചന്ദ്രക്കാരൻ മാങ്ങ അത് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി. ഫുൾ കണി വെക്കാനുള്ള സെറ്റപ്പുകളാണ് കേട്ടോ. ഈ മത്തനൊക്കെ ഉണ്ടോ കണി വെക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. ഇത് നമ്മൾ ചക്ക, നമ്മുടെ വീട്ടിൽ ചക്കയുണ്ട്, അതൊക്കെ എടുത്തു. ഇന്നലെ ഞങ്ങൾ ഓൾറെഡി ഇതിന്റെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് സ്വീറ്റ് മെലോൺ എന്ന് പറഞ്ഞിട്ട് വരുന്ന സാധനം. തണ്ണിമത്തൻ പോലെ ഇല്ലേ, പക്ഷെ തണ്ണിമത്തനല്ല, സ്വീറ്റ് മെലോൺ എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ ആപ്പിള്, മുന്തിരി, മാങ്ങ, ചക്ക, പഴം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങളിത് വാങ്ങി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഫോക്കസ് ഔട്ടായി പോകണ്ടല്ലേ. യെസ്, ഇതെല്ലാം നമ്മൾ വിഷുക്കണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെച്ചേക്കാണ്ട് ഇതെല്ലാം അമ്മ അതേ തേച്ച് മിനുക്കി വിളക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വിളക്ക്, കിണ്ടി, മൊന്ത, പിന്നെ പറ, പാത്രം, ചന്ദനത്തിരിയുടേത്, പിന്നെ അങ്ങനെ സകല സാധനങ്ങൾ. ഇതേ നമ്മൾ വിഷുവിൻ്റെ കണി വെക്കുമ്പോഴുള്ള വെക്കാനുള്ള സാധനങ്ങൾ, പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെയെല്ലാം. ഇതാണ് ഞങ്ങളുടെ കണ്ണൻ. അങ്ങനെ ഇവിടെ അമ്മ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ, മീൻ, ബീഫൊക്കെ ആയതുകൊണ്ട് നമുക്ക് തലേദിവസം ഉണ്ടാകും, കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ നമ്മളെല്ലാം ഉണ്ടാക്കി വെക്കുകയാണ്. പിന്നെ ചക്ക ഞാൻ ഒരെണ്ണം മുറിച്ചെടുത്തു എൻ്റെ അമ്മ വരുമ്പോൾ കൊടുക്കാനായിട്ട്. നമുക്ക് കണി വെക്കാൻ ഓൾറെഡി ചക്ക പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 മാങ്ങയും കൂടി വേണമല്ലോ. മാങ്ങയാണെങ്കിൽ മാവ് നമ്മുടെ വലിയച്ഛൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ കയറി മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വളവുണ്ട്, അവിടെ ആയിട്ടാണ് മാവ് വെക്കുന്നത്. അപ്പോൾ കിച്ചാവിന് ഞങ്ങൾ നേരെ തള്ളി മേളിൽ കയറ്റി, മതിലിന് മേളിൽ കയറ്റി കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു. അത് നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഇങ്ങനെ വിഷുവിന് അവർക്കൊക്കെ വെജാണ് വീട്ടിൽ വെക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ വെജാണോ നോൺ വെജാണോ എന്ന് പറയാം കേട്ടോ. പിന്നെ കൈനീട്ടത്തിന്റെ മാമാങ്കം അങ്ങ് തുടങ്ങി. ചേട്ടാച്ചനും ചേട്ടാമ്മയും കൂടി വന്നിട്ടാണ് ഫസ്റ്റ് കൈനീട്ടം കൊടുത്തത്. അതുപോലെ തന്നെ അനിമാവ് വന്നിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏട്ടേട്ടൻ കുഞ്ഞനിയന് കൈനീട്ടമൊക്കെ കൊടുക്കുകയാണ്. ആ സമയത്തേക്ക് ഞാൻ പോയി കുളിച്ചു, കാരണം നല്ലോണം വേർത്ത് കുളിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഒന്നുകൂടി കുളിച്ചേക്കാന്ന് വെച്ചു. ഇതാണ് നാളെ ഞാൻ കൊടുക്കുന്ന സാരി, നമ്മുടെ കാഞ്ചിക്കോട്ടിലെ സാരിയാണ്. പിന്നെ അവർക്ക് ഇടാനുള്ളതൊക്കെ തലേദിവസത്തെ എടുത്തു വെച്ചു. ഞാൻ ഈ കാഞ്ചിക്കോട്ടിലെ സാരി ഇട്ടപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ നിന്ന്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ, പ്രോഡക്റ്റ് ലിങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞങ്ങൾ കുളിച്ച് വന്നിട്ട് കണിയൊക്കെ ഒരുക്കുകയാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണി ഒരുക്കാൻ തുടങ്ങിയത്. എൻ്റെ വീട്ടിലൊക്കെ വെച്ചാൽ ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അമ്മയാണ് ഒരുക്കണത്. ഇവിടെ വന്നപ്പോൾ ഞാനാണ് ഒരുക്കണത് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഒരുക്കി എല്ലാവരും ഞാൻ പോയി വിളിച്ചെഴുന്നേൽപ്പിച്ച് കാണിക്കണതൊക്കെ ഒരു പുതിയൊരു തരം ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കണി ഒരുക്കില്ല, കാരണം ഞാൻ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അതിന് മുന്നത്തെ പ്രാവശ്യം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആ വിഷുവിന് ഞാനും അമ്മയും കൂടിയാണ് വെച്ചത്. എന്നിട്ട് ആ സമയത്ത് അപ്പോൾ എനിക്കിങ്ങനെ പുതുമയായിരുന്നു, ഞാനാണോ കണി വെക്കണത്, അമ്മമാരല്ലേ കണി വെക്കണേ എന്നുള്ളത്. പിന്നെ ഞാൻ മറന്നുപോയി, ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഒരു കുടുംബസ്ഥയായോ എന്നുള്ളത്. അങ്ങനെ ഇത്തവണ പക്ഷേ എനിക്ക് തന്നെ കണി വെക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു, കാരണം തമ്പൂരെ കാണിക്കണല്ലോ. ഇങ്ങനെ കണിയൊക്കെ സെറ്റ് ചെയ്ത് രാവിലെ ആയപ്പോഴേക്കും ഞാൻ തുളസിമാലയും അതുപോലെ തന്നെ മുല്ലമാലയൊക്കെ വെച്ച് പിന്നെ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു വിട്ടു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് തുറന്നോളൂ, ഞാൻ വിളക്ക് കത്തിച്ചിട്ടുള്ള ഞങ്ങളുടെ കണി കാണിച്ചു തരാം കേട്ടോ.
ഇങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? നിങ്ങളെല്ലാവരും കണി കണ്ടെങ്കിൽ ഞങ്ങളുടെ കണി ഒന്നും കൂടി കണ്ടോളൂ, എങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടോ, ഇഷ്ടമാകുമെന്ന് പറയണം. ഞാൻ ഭയങ്കര കാര്യമായിട്ട് ചെയ്താണ്. പിന്നെ ഞാൻ എല്ലാവരും വിളിച്ചു, ഞങ്ങളൊരു 4:30 ആയപ്പോഴേക്കും കണി കണ്ടു, എല്ലാവരും വിളിച്ചു വരുത്തി എഴുന്നേൽപ്പിച്ച് ഞാൻ കണി കാണിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ദേ അച്ചാച്ചേടം അടുത്തിരുന്നിട്ട് തമ്പൂര് അങ്ങനെ എഴുന്നേറ്റിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഭയങ്കര ചിരിയും കളിയായിരുന്നു. തമ്പോ ചൊല്ലുകയാണ്, വിളക്ക് കണ്ടപ്പോൾ ഞങ്ങൾ തമ്പോ പറയും. അങ്ങനെ അച്ഛമ്മ കൊണ്ടുവന്ന് അവനെ കുന്നിക്കുരു ഒക്കെ വാരിച്ചു. ഇനി ഇതേ അച്ചച്ചക്കും അച്ചമ്മക്കും എല്ലാവർക്കും അവൻ വിഷു കൈനീട്ടം കൊടുക്കാണ്ട്, അവൻ ആദ്യമായിട്ട് വിഷു കൈനീട്ടം കൊടുക്കുകയാണ്. പിന്നെ ഇത്തവണ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഞങ്ങൾ കുഞ്ഞ് ഏറ്റവും ഇളയ ആളായതുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം കിട്ടും. അത് മുഴുവൻ കംസ് ടു മൈ ഹാൻഡ്, അങ്ങനെയാണല്ലോ. പിന്നെ വിഷു ആകുമ്പോഴേക്കും നമ്മൾ കണി കണ്ടാൽ പടക്കം പൊട്ടിക്കണം, അത് നിർബന്ധമാണ്. ഞാൻ ഇപ്പോഴും കമ്പിത്തിൽ ലവറാണ് കേട്ടോ. എനിക്ക് ഈ പടക്കം ഒക്കെ പൊട്ടിക്കാനായിട്ട് ഇപ്പോഴും വലിയ ഇൻട്രസ്റ്റും ഇല്ല, ഇച്ചിരി പേടിയുമാണ്. ഞാൻ ഇങ്ങനെ കമ്പിത്തിരി, മത്താപ്പ്, ചക്രമൊക്കെ കത്തിക്കും. പിന്നെ ഇവിടെ വിഷുവിന് അവൻ്റെ ക്ലബ്ബിൽ അവർ വിഷുക്കണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു കേട്ടോ അവരെല്ലാവരും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയും പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയിട്ട് കാണാനായിട്ട് പോയിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും കാണാം, അവരിങ്ങനെ വഴിയിലായിരുന്നു വെച്ചിട്ടുണ്ടായത്. പിന്നെ അമ്മ വന്ന് രാവിലെ പായസം ഉണ്ടാക്കി, പിന്നെ ക്യാബേജ് തോരൻ രാവിലെ ഉണ്ടാക്കിയത്. അതൊന്നും നമുക്ക് തലേദിവസം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അമ്മ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ തമ്പൂരിനെ പോയി കുളിപ്പിക്കണം. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി ഞാൻ ഇങ്ങനെ വാങ്ങിയെടുത്തു, ചില്ലുകുപ്പിയായിരുന്നു. അതിനാണ് കരച്ചിൽ പിന്നെ ചിരിയാവും, ചിരി കരച്ചിലാവും, അങ്ങനെ നിമിഷങ്ങൾ കൊണ്ട് മാറും കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി നേരെ അമ്പലത്തിലേക്ക് പോയി. നമ്മൾ തൃപ്പൂണിത്തുറ അമ്പലത്തിലും മാന്താറ്റും പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ റെഡിയായി, ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കാണാത്തവരെ കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പോയി. എനിക്ക് വിഷു അങ്ങനത്തെ സമയത്ത് അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. തമ്പു ഇപ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ച് നല്ല സൂപ്പറായിട്ട് നടക്കും. അതുകൊണ്ട് അവനിപ്പം എവിടെയെങ്കിലും പോയാൽ അവനെ താഴ്ത്തിറക്കി നടത്തണം, വലിയ ആളെ പോലെ നിൽക്കുകയാണ്. ഇത് ഞങ്ങൾ പിറന്നാളിന് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പാണ് കേട്ടോ. നല്ല രസമുണ്ടായി കാണാനായിട്ട്. ഞങ്ങൾ ദുരന്തരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾക്ക് ഇച്ചിരി ദിവസമാണ്, പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇടാമല്ലോ. അങ്ങനെ വിചാരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കുർത്തയൊക്കെ ഇട്ടപ്പോഴേക്കും. പിന്നെ നമ്മൾ അടുത്തത് മാന്താറ്റു ഇതാണ് കേട്ടോ. ഇതൊരു കുഞ്ഞി കൃഷ്ണൻ്റെ അമ്പലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ അമ്പലത്തിൽ പോയി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നേരെ ശരവണ ഭവനിൽ ആര്യസിലൊക്കെ പോയിട്ട് ഒരു മസാല ദോശയോ നെയ്റോസ്റ്റോ ഒക്കെ കഴിക്കണമല്ലോ, അതൊരു ആചാരത്തിൻ്റെ ഭാഗമാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ശ്യാംവല്ലി കൈനീട്ടായിട്ട് വന്നു, ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റി സാധനമൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടി വന്ന് കൈനീട്ടമൊക്കെ കൊടുത്തു. അതിൻ്റെ പുറകിൽ ഹാപ്പി വിഷു തമ്പു ബൈ ഇവാനു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കൈനീട്ടം കൊടുക്കാനായിട്ട് രമ്യ ചേച്ചിയുടെ അടുത്തേക്ക് പോയപ്പോഴേക്കും അവിടെ സൗമ്യ ചേച്ചി ഇരിക്കുന്നത്, എല്ലാം ഞങ്ങളുടെ കസിൻസ് ആണ് കേട്ടോ. ഇതാണ് രമ്യ ചേച്ചി, എന്നെ ഇടക്കിടക്ക് അറിയില്ല രമ്യ ചേച്ചിക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഇറ്റ്സ് മീ രമ്യ നിഖിൽ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് യൂട്യൂബിൽ കയറി ടൈപ്പ് ചെയ്താൽ മതി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വന്നു. ഞാൻ പറഞ്ഞില്ല അച്ഛനും അമ്മയും വരുമെന്ന്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ കേക്ക് മുറിക്കാനുള്ള ഫുൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കേക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ തമ്പു, ഹാപ്പി ബർത്ത്ഡേ തമ്പു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ തമ്പു കേക്ക് തന്നെ കേട്ടോ. പിന്നെ ഇതിന് മുന്നേയും കേക്ക് കഴിച്ചിട്ട് നമ്മൾ തമ്പുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് പോയപ്പോഴേക്കും അവിടെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും എന്തെങ്കിലും കുറച്ച് തോണ്ടി കൊടുക്കുകയാണ്. പുള്ളിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആഹാ മധുരമല്ലേ, പോന്നോട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും നല്ല രസമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. ദേ ഇവിടെ അമ്മ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റീനാമ്മ, എല്ലാവരും കൊണ്ട് ഞങ്ങൾ കേക്ക് കൊടുപ്പിച്ചിട്ട്. ഇത് ഒരുപാടൊന്നുമില്ല, വെറുതെ ഒന്ന് തൊട്ട് വായിലും ഒക്കെ ഉള്ളൂ. അപ്പം എൻ്റെ ഇവിടെ അമ്മ പറയണത് പിറന്നാൾ തലേ ദിവസം വരെ ഒന്നും കൊടുക്കില്ല, പിറന്നാൾ അന്ന് മുതൽ ഞങ്ങൾ എല്ലാം കൊടുക്കും എന്നുള്ളത്. ഒരു വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പയ്യെ കൊടുത്തു തുടങ്ങാമല്ലോ. അത് ഞാനൊരു പ്ലേറ്റിൽ ഒരു കുഞ്ഞു കഷ്ണം കേക്ക് കൊടുത്തു, വേസ്റ്റ് ചെയ്തില്ല ഒരുപാട് കേക്ക്. അവൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പുള്ളി അതൊക്കെ ഇങ്ങനെ പീച്ച് കൂട്ടിയൊക്കെ എടുത്തു. പിന്നെ എനിക്ക് പേടിയായി, ഇവൻ ഇതങ്ങനെ എല്ലാം കൂടി കഴിച്ച് കഴിഞ്ഞാൽ വല്ല പെട്ടെന്ന് കുറേ സാധനം ചെല്ലുമ്പോഴേക്കും അങ്ങോട്ട് എന്താവും എന്നറിയില്ലല്ലോ. അപ്പം അവൻ എന്താ ചെയ്യണേന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് വേസ്റ്റ് ആക്കേണ്ട വിചാരിച്ച് ഞാൻ അങ്ങനെ തന്നെ എടുത്തോണ്ട് പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഇലയിൽ കഴിക്കണമല്ലോ. പിറന്നാളൊക്കെ ആകുമ്പോഴേക്കും വിഷുവൊക്കെ ആകുമ്പോഴേക്കും ഇലയിലാണല്ലോ കഴിക്കേണ്ടത്. അപ്പം നമ്മുടെ വീടിൻ്റെ പുറകിൽ കുറച്ച് വാഴയൊക്കെ ഉണ്ട്, അവിടെ നിന്ന് കുറേശ്ശെ ഇലയൊക്കെ പൊട്ടിച്ചു. പക്ഷേ ഇപ്പം എല്ലാ ഇലകളും ഇങ്ങനെ കീറി പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് വീട്ടിലെ ഇലയിൽ ഇങ്ങനെ താഴെ ഇരുന്ന് കഴിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ നമ്മളിവിടെ താഴെയല്ല മേളിലിരുന്നാണ് കഴിച്ചത്. അപ്പോൾ ദേ ഇവിടെ അച്ഛനും അമ്മയും അണ്ണനും അതുപോലെ തന്നെ ഗോപിയച്ഛനും എല്ലാവരും കൂടി ഫസ്റ്റ് ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ തമ്പുവിന് നമ്മൾ ഇത്തവണ ഇലയിലും ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനെ ഞങ്ങൾ താഴെ ഇരുത്താം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ആദ്യം അച്ഛനും അമ്മയും എല്ലാവരും കൂടി കഴിക്കാൻ പറഞ്ഞത്. ഒരാൾ കഴിച്ചാലേ നമുക്കിനി ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മൾ മീൻ വറുത്ത ഉണ്ടായിരുന്നു, കിളിമീൻ വറുത്താണ്. പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, കരിമീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇത്ര സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട്. ആഹാ എന്ത് രസമാണല്ലേ. നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാനാണോ വെജ് കഴിക്കാനാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് പറയണം കേട്ടോ. റുക്കു ആണെങ്കിൽ തമ്പുവിൻ്റെ കൂടെ
ഇരുന്നേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. അപ്പോൾ തമ്പുവിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് അത്രയുള്ള ചെയർ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി ഭയങ്കര കാര്യമായിട്ട് താഴെ നിന്ന് കഴിച്ചിട്ടോ. തമ്പുവിന് ഇവിടെ അച്ഛൻ ചോറും തൈരൊക്കെ കൂടി കുഴച്ച് കൊടുക്കുകയാണ്. എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കണ കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഒക്കെ ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ. അപ്പോൾ കിച്ചാവനാണ് ഇന്ന് ചോറ് വാരി കൊടുക്കണത്. അവനങ്ങനെ ഇന്നയാൾ വാരി കൊടുക്കണം എന്നില്ല, ആര് വാരി കൊടുത്താലും പുള്ളി കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൈക്കൂടത്തേക്ക് പോയി അച്ഛനും അമ്മേനെ ആക്കാനായിട്ട്. ഇവൻ ആര് കയ്യിലേക്ക് പൈസ കൊടുത്താലും അവൻ നേരെ എനിക്ക് നീട്ടും. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതമായി. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല, പക്ഷെ വെൽ ട്രെയിൻഡ് ആണ് കുട്ടികളെങ്കിൽ തന്നെ. ഇപ്പോൾ അമ്മ കയ്യിലേക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പൈസ പുള്ളിക്കാരൻ നേരെ എനിക്ക് നീട്ടും കേട്ടോ. അതെന്താണെന്നറിയില്ല, കുട്ടിക്കറിയാം പൈസ നേരെ അമ്മയുടെ കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ അവൻ്റെ കയ്യിൽ കൊടുത്ത പൈസകളെല്ലാം ഞാൻ കൃത്യമായി കയ്യിൽ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. രാത്രിയായപ്പോൾ പിന്നെയും കുറേ പടക്കമൊക്കെ പൊട്ടിച്ചു. ഞങ്ങളുടെ ബർത്ത്ഡേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ബർത്ത്ഡേ സെലിബ്രേഷൻ വരുന്നുണ്ട്. അതിൻ്റെ വലിയൊരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ അപ്കമിങ് വീഡിയോ ആയിട്ട് ഇനി വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നമ്മുടെ വിഷു വ്ളോഗും ബർത്ത്ഡേ ചെറിയൊരു കുട്ടി വീട്ടിൽ തന്നെയുള്ള സെലിബ്രേഷനും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി പടക്കവും മാലപ്പടക്കവും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ബർത്ത്ഡേ പ്രിപ്പറേഷനും എല്ലാം വരുന്നുണ്ട്. സീരീസ് ആയിട്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ആ വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഇതുവരെ ടാറ്റാ ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബിലൈറ്റഡ് വിഷസ്. വിഷു കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കാണണല്ലേ. എങ്കിലും പടക്കമൊക്കെ ബാക്കി വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും പൊട്ടിച്ചതുപോലെ ആഘോഷിച്ചോളൂ. അപ്പോൾ ഹാപ്പി വിഷു ബിലൈറ്റഡ്.